കേരളത്തിലെ മാപ്രകൾ കാണാത്ത ഭാവത്തിൽ നടക്കുന്ന ഒരു ആഘോഷ ദൃശ്യം ഇപ്പോൾ വൈറലാണ്. കണ്ടോ, തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് SFIക്കാർ ഓടി ഇറങ്ങി വരുന്നതാണ്. ഇത് SFIക്കാരല്ല, ഈ ഓടി വന്നതെല്ലാം KSUക്കാരായിരുന്നെങ്കിൽ അവിടെ കുറേ ക്യാമറകൾ അങ്ങ് നിറഞ്ഞേനെ, കുറേ മൈക്കുകൾ അണിനിരന്നേനെ. പക്ഷേ പോയ വർഷത്തുനിന്ന് ഈ വർഷത്തിലേക്ക് എത്തുമ്പോൾ എന്തോ ലോ കോളേജിൽ തിരഞ്ഞെടുപ്പ് നടന്ന വിവരം കേരളത്തിലെ മാപ്രകൾ അറിഞ്ഞിട്ടില്ല. അതങ്ങനെയാണല്ലോ. കഴിഞ്ഞ തവണ യൂണിയൻ SFIക്ക് കിട്ടിയെങ്കിലും ചെയർമാൻ ഉൾപ്പെടെയുള്ള 2 പ്രധാനപ്പെട്ട സീറ്റുകൾ KSU പിടിച്ചിരുന്നു. ആരുടെയൊക്കെ പ്രതികരണം, സതീശൻ്റെ പ്രതികരണം, മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം, ഷോഫിയുടെ പ്രതികരണം, KSU തിരിച്ചു വന്ന് കഴിഞ്ഞ് ഇനി കാണാൻ പോകുന്നത് എന്തോ വലിയ പൂരമാണെന്ന്. പൂരത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ വർഷം കാട്ടിക്കൊടുക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യവും ആന മുട്ടയും വാങ്ങിയ KSUക്കാരെ ഒന്ന് സമാധാനിപ്പിക്കാനെങ്കിലും മാപ്രകൾ തയ്യാറാകാത്തത് മോശമായിപ്പോയി. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഒരു പ്രകടനമുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യം കൂടി ഒന്ന് കണ്ടേ. അതും മാപ്രകൾ എടുത്തതല്ല, ആ വിജയിച്ച കുട്ടികൾ തന്നെ അത് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടണം. കാര്യം നമ്മുടെ എല്ലാ കാര്യങ്ങളും പുറത്തറിയണമെങ്കിൽ നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണല്ലോ. KSU കുഞ്ഞുങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ ആനുകൂല്യം കിട്ടിയാൽ അവിടെ വണ്ടിയും പിടിച്ച് വരുന്ന മാപ്രകൾ SFI ആണെന്നറിഞ്ഞാൽ അറിഞ്ഞതേ ഇല്ല എന്ന ഭാവത്തിൽ നടന്നാലും നാട്ടുകാർ കാര്യങ്ങൾ അറിയും. ആ പിള്ളേർ ആ രീതിയിലാണ് ഇന്നലെ അത് ആഘോഷിച്ച് തിമിർത്തത്. എത്ര കാലം ഇങ്ങനെ വിടുപണി ചെയ്യാൻ പറ്റും? കേരളത്തിലെ സർവകലാശാലകളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. എവിടെയെങ്കിലും KSU കുഞ്ഞുങ്ങൾ കച്ചി തൊട്ടില്ല. അതുകൊണ്ട് ഇക്കുറി അത്തരം വാർത്തകൾ വളരെ പരിമിതമായിരുന്നു. വലിയ പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ യൂണിയൻ കിട്ടിയതിൻ്റെ ചില പൊടിപ്പും തൊങ്ങലും ഒക്കെ ഇപ്പോൾ നടക്കുന്നതിനപ്പുറം ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം എന്താണ് അവസ്ഥ? കേരളത്തിലെ മുഴുവൻ കലാലയങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതിൽ 95% കൂടുതൽ SFI ആണ് യൂണിയൻ വിജയിച്ചിരിക്കുന്നത്. കേരളത്തിലെ പോളിടെക്നിക്കുകൾ എടുത്താൽ 95%-ലേറെ SFI ആണ്. കേരളത്തിലെ ആരോഗ്യ സർവകലാശാല എടുത്താൽ അവിടെയും SFI ആണ്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലെ സകലമാന മേഖലകളിലും നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ SFIക്ക് എതിരില്ലാത്തൊരവസ്ഥ. ആ എതിരില്ലാത്ത അവസ്ഥ കോളേജ് ക്യാമ്പസുകളിൽ കാണാറുണ്ടെങ്കിലും പക്ഷേ ചില മാപ്ര കോലുകൾക്ക് മുന്നിൽ നോക്കിയാലും ക്യാമറകൾക്ക് മുന്നിൽ നോക്കിയാലും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഏതോ കക്ഷിയാണ് KSU കുഞ്ഞുങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ കാണാറുണ്ട്. പക്ഷേ ക്യാമ്പസുകളിലേക്ക് ചെന്ന് നോക്കിയാൽ മഷിയിട്ട് കാണാനില്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള PR വർക്കുകൾ നടത്തുന്നത്. ക്യാമ്പസുകളിലും കലാലയങ്ങളിലെല്ലാം കുട്ടികൾ SFI മതി, അല്ലെങ്കിൽ SFI എന്ന സംഘടനയാണ് അവരുടെ അവകാശങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും ഒപ്പം നിൽക്കുക എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സംഘടനയുടെ കീഴിലേക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകുമ്പോൾ കേരളത്തിലെ മാപ്രകൾ മാത്രം കുട്ടികൾക്കൊപ്പമല്ല, കേരളത്തിലെ KSU കുഞ്ഞുങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഇതിപ്പോൾ തിരിച്ചു വരും, വെന്റിലേറ്ററിൽ നിന്ന് മാറി ICUയിലേട്ടെങ്കിലും ആകും എന്നുള്ള ഒരു തോന്നൽ ജനിപ്പിക്കുന്നതിനപ്പുറം ഒരിടത്ത് പോലും വിദ്യാർത്ഥികൾ ഇവരെ അടുപ്പിക്കുന്നില്ല എന്ന് ലോ കോളേജ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കൂടി തെളിയിക്കുകയാണ്. കഴിഞ്ഞ വർഷം ആഘോഷിച്ച മാപ്രകൾ ഇക്കുറി ആ വാർത്ത മുക്കിയിട്ടുണ്ടെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ: ആഗ്രഹിച്ചതൊന്നും സംഭവിച്ചില്ല, അല്ലെങ്കിൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചതൊന്നും നടന്നതുമില്ല. അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ: കണ്ട ഭാവം നടിക്കാതെ, അങ്ങോട്ട് നോക്കാതെയും ചെവി കൊടുക്കാതെയും ഒരൊറ്റ മുങ്ങലങ്ങ് മുങ്ങണം. അതാണ് ഇപ്പോഴത്തെ മാധ്യമധർമ്മം.